സലാം ബൈത്തിൻ്റെ 9-ാമത്തെ വരി മുതൽ 13-ാമത്തെ വരി വരെയുള്ളതിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അസ്സലാമു അലൈക യാ നൂറല്ലലാമി, ഇരുളുകളെ പ്രകാശിപ്പിക്കുന്ന തിരുനബിയെ, അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നാൽ ആ റൂം പ്രകാശിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം കൊണ്ട് നബി തങ്ങൾ ആ റൂമിലേക്ക്, ഇരുട്ടുള്ള റൂമിലേക്ക് കടന്നു വന്നാൽ ആ റൂം പ്രകാശിക്കും, വെളിച്ചായിരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം കൊണ്ട്. അതാ പറഞ്ഞത്. അതുപോലെ അസ്സലാമു അലൈക യാ മുബ്രിസ്സഖാമി, ഇവിടെ ചില കിതാബുകളിൽ യാ കുല്ലൽ മറാമി എന്നും കാണാം. നിങ്ങൾ ഓതുന്ന കിതാബിൽ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഓതാം. രണ്ടും നല്ല അർത്ഥമുള്ള വാക്കുകളാണ്. അഥവാ യാ മുബരി സഖാമി എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന തിരുനബിയെ എന്നാണ് അർത്ഥം. രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന തിരുനബിയെ. നമ്മളിപ്പോൾ നമ്മുടെ രോഗം മാറാൻ വേണ്ടി, സുഖമാവാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ നമ്മുടെ രോഗം ശിഫയാവുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള കാലത്താണെങ്കിൽ നബി തങ്ങളെ അടുത്ത് ചെന്ന് ആ രോഗം പറഞ്ഞാൽ നബി തങ്ങൾ അതിൻ്റെ കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അതിന് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിന് ചെങ്കണ്ണ് രോഗം ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഷറഫാക്കപ്പെട്ട തുപ്പുനീര് പുരട്ടാൻ വേണ്ടി പറഞ്ഞു. അത് ഉപയോഗിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പവർ കാരണം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിൻ്റെ രോഗം എന്ത് ചെയ്തു? ശിഫയായി. കണ്ടില്ലേ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നാൽ രോഗങ്ങൾ ശിഫയാകുന്നു. അതുപോലെ മറ്റു പല കാര്യങ്ങളും റാഹത്താവുന്നുണ്ട്. അതുപോലെ കുല്ലൽ മറാമി എന്നും കാണാം. ചില കിതാബുകളിൽ കുല്ലൽ മറാമി എന്നാണ് ഉണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്ന തിരുനബിയെ, അങ്ങയിൽ അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്നാണ്. അപ്പോൾ കുല്ലൽ മറാമി എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരുന്ന നബിയെ. അപ്പം നമ്മൾ ഒരു കാര്യം നടക്കണം, അത് റെഡിയായി കിട്ടണം എന്ന നിയ്യത്തോടു കൂടി 4444 നാരിയത്ത് സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ നമുക്ക് ആ കാര്യം റാഹത്തായി കിട്ടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ടാണ് നമുക്ക് ആ കാര്യം റാഹത്തായി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ചൊല്ലിയ നാരിയത്ത് സ്വലാത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന രൂപമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അസ്സലാമു അലൈക യാ ദൽ മുഅ്ജിസാത്തി, മുഅ്ജിസത്തുകൾ ഉടയതായ നബിയെ, അങ്ങേക്ക് അല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുന്നതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ, പ്രവാചകന്മാർ കാണിക്കുന്ന അത്ഭുതങ്ങൾ, മുഅ്ജിസത്തുകൾ. ആ മുഅ്ജിസത്തുകൾ ഉടയതായ നബിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് അല്ലേ? മുഅ്ജിസത്തുകൾ ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്താണ് അത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ആ ഖുർആൻ വലിയ അത്ഭുത ഗ്രന്ഥാണല്ലോ. അതുപോലെ ഒരുപാട് മുഅ്ജിസത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
കാണിച്ചിട്ടുണ്ട്. ഭക്ഷണം വർദ്ധിച്ചു അല്ലേ, ഇങ്ങനെ തുടങ്ങി പല മോചിസത്തുകളുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, മോചിസത്തുകളുടേതായ നബിയെ, മോചിസത്തുകൾ കാണിച്ച നബിയെ എന്ന്. ഇനി അസ്സലാമു അലൈക യാ ഹാദിൽ ഹുദാത്തി, ഹിദായത്ത് ലഭിച്ചവരെ, നേർവഴിക്കാക്കുന്ന അഥവാ ലക്ഷ്യത്തിലേക്ക് വഴികാട്ടുന്നവരായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ നേർവഴിയിൽ, മുസ്ലിം ആയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അയാളെ നേർവഴിയിലാക്കുന്ന അതിനുള്ള വഴികളൊക്കെ കാണിച്ചു കൊടുക്കുന്ന തിരുനബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. നമ്മളിപ്പോൾ ജീവിക്കുന്നത് ആരെ നിർദ്ദേശം അനുസരിച്ചാണ്? അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് അല്ലേ. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാൻ പറ്റില്ല, ഇന്ന കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യണം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരികയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് പറഞ്ഞത്, നേരായ വഴിയിൽ നടക്കാൻ യഥാർത്ഥ വഴി കാണിച്ചു തന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ദുഖറൽ ഉസാത്തി, എന്താണ് പറഞ്ഞത്? ദോഷികളുടെ സൂക്ഷിപ്പ് സ്വത്തായ അഭയകേന്ദ്രമായ നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. ദോഷികൾ പാപികളായ ആളുകൾ, പാപികളായ ആളുകൾക്കും അഭയകേന്ദ്രം എവിടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അല്ലേ. ദോഷികളായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി, അവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഫാഅത്ത് ചെയ്യും എന്നാണല്ലോ. അപ്പോൾ അവർക്കും, പാപികളായ ആളുകൾക്കും അഭയകേന്ദ്രമായ നബിയെ, അങ്ങേക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ ഹസനസ്സിഫാത്തി, വിശേഷണങ്ങൾ ഭംഗിയായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് വലിയ അത്ഭുതമുള്ളതാണ്, വലിയ പ്രത്യേകതയുള്ളതാണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ വിശേഷണങ്ങൾ ഭംഗിയായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ. നബി തങ്ങളുടെ എന്ത് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിലും അത് വലിയ അത്ഭുതങ്ങളാണ്. അസ്സലാമു അലൈക യാ റബ്ബസ്സമാഹി, ധർമ്മമുടയ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അങ്ങനെ പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്യുന്ന നബിയെ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ ജീവിക്കുന്ന നബി, മറ്റുള്ളവർക്കൊക്കെ മാതൃകയായി അങ്ങനത്തെ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. അസ്സലാമു അലൈക യാ സൈനൽ മലാഹി, ചില കിതാബുകളിൽ മിലാഹി എന്ന് കാണാം, സൈനൽ മിലാഹി. അപ്പോൾ നിങ്ങൾ ഓതുന്ന കിതാബിൽ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ ഓതാം, കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഭംഗിയുള്ളവരുടെ ഭംഗി വർദ്ധിപ്പിക്കുന്ന തിരുനബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. എന്ത് ഭംഗിയാണ് പറഞ്ഞത്? ആത്മീയമായ ഭംഗി. അഥവാ ഒരു മനുഷ്യന് മുഅ്മിനാകുന്നതോടുകൂടി അവനെന്ത് ചെയ്തു? പവർ കൂടുകയാണ്. അതാ ഉദ്ദേശിച്ചത്. അവന് പവർ കൂടുകയാണ്, ആത്മീയത അവനിലേക്ക് വരുന്നതോടുകൂടി അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ഉന്നതനാവുകയാണ്, വലിയ ശ്രേഷ്ഠതയുള്ളവനാകുകയാണ്. അപ്പോൾ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ നേതാവ്. ഈ നല്ലവരുടെ നേതാവാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഇവിടെ പറഞ്ഞത്, ഭംഗിയുള്ളവരുടെ ഭംഗി വർദ്ധിപ്പിക്കുന്ന തിരുനബിയെ,
ഞാൻ നബി തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ആളാന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ? അതാണ് പറഞ്ഞത്. അസ്സലാമു അലൈക യാ ദാഇൽ ഫലാഹി, വിജയത്തിലേക്ക് ക്ഷണിക്കുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാ? വിജയത്തിലേക്കാണ്. നബി തങ്ങൾ എന്ത് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതൊക്കെ നമുക്ക് വിജയിക്കാനുള്ളതാണ്. നമ്മളെ പരാജയപ്പെടുത്താൻ നബി തങ്ങൾ ഒരു ഉപദേശവും ചെയ്തിട്ടില്ല. നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ സ്വർഗത്തിലെത്തണം നബി തങ്ങളോട് കൂടെ. അതിനു വേണ്ടിയാണ് നബി തങ്ങൾ നമ്മളെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് പഠിപ്പിച്ചു തന്നത്, കേൾപ്പിച്ചു തന്നത്. അപ്പോൾ വിജയത്തിലേക്ക് ക്ഷണിക്കുന്ന നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. അസ്സലാമു അലൈക യാ നൂറസ്വബാഹി, പ്രകാശപൂരിതമായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ. പ്രകാശം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പ്രകാശം അങ്ങനത്തെ ഏതുപോലെ രാവിലെ പ്രഭാതമാകുന്ന സമയത്തുള്ള ആ വെളിച്ചം പോലെ, ആ ഒരു പ്രകാശം പോലെ, അങ്ങനത്തെ പ്രകാശപൂരിതമായ നബിയെ, അങ്ങയിൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ എന്ന്. അപ്പോൾ സലാം ബൈത്തിൻ്റെ വരികളാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയ രൂപത്തിലെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുമല്ലോ. എന്താണ് ഈ സലാം ബൈത്ത് പറയുന്നതെങ്കിലും നമുക്ക് മനസ്സിലാവുമല്ലോ. അതാണ് ഉദ്ദേശം. ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. എന്താണ് ആ ചെല്ലുന്നതെന്നുള്ളത് മൊത്തത്തിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പുകഴ്ത്തി നമ്മളിങ്ങനെ പാടുകയാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ക്ലാസ് മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കുക. ഒരുപാട് ആളുകൾ ഇതൊക്കെ കേൾക്കണം, അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ നല്ല രൂപത്തിൽ ഇത് ചെല്ലണം ഇൻഷാ അല്ലാഹ്. നമുക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരുമാറാവട്ടെ. റാഹത്തും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.